കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന നിരവധി ആരോപണങ്ങളിൽ ഒന്നാണ് കാശ്മീർ കലുഷിതമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേന്ദ്രത്തിൽ ബി.ജെ.പി. സർക്കാരിന് എപ്പോഴെങ്കിലും അധികാരം നഷ്ടപ്പെടുകയാണ് എങ്കിൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിച്ച് ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഇവർ. കാശ്മീരിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട് എന്ന് ജമ്മു കാശ്മീർ ഗവർണറുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് കോൺഗ്രസ് MP ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ്. അതിനിടയിൽ കാശ്മീർ ഇനി ഹിന്ദുക്കളുടേത് തന്നെ എന്ന് തെളിയിക്കുന്ന ധാരാളം കാഴ്ചകൾ അവിടെ നിന്ന് വരുന്നു. ദുർഗാദേവിയുടെ അവതാരമായ രജന്യാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഖീർ ഭവാനി ക്ഷേത്രം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ സുന്ദരമായ ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇസ്ലാമിക ഭീകരവാദം കാശ്മീരിൽ ശക്തി പ്രാപിച്ചതോടെ കാശ്മീരിൽ നിന്നും ഹിന്ദു പണ്ഡിറ്റുകൾ ആട്ടി ഓടിക്കപ്പെട്ടു. വിഘടനവാദത്തിന് വളം വയ്ക്കുന്ന ആർട്ടിക്കിൾ 370 നരേന്ദ്രമോദി സർക്കാർ റദ്ദാക്കിയതോടെ തങ്ങളുടെ സ്വന്തം ഭൂമിയിലേക്ക് തിരികെ എത്താൻ തുടങ്ങിയിരുന്നു അവർ. പലായന കാലത്ത് ഭാരതത്തിലെ മറ്റിടങ്ങളിലും വിദേശങ്ങളിലുമൊക്കെ കഴിഞ്ഞിരുന്ന പണ്ഡിറ്റുകൾ ഇക്കഴിഞ്ഞ ദിവസം കാശ്മീർ താഴ്വരയിലെ ഖീർ ഭവാനി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചത് അഭിമാനത്തോടെയാണ്. അവരെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു കാലം പിറന്നതിന് തുല്യമാണ്. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് കാശ്മീരി ഹിന്ദുക്കളായ പണ്ഡിറ്റുകൾ വാർഷിക ഖീർ ഭവാനി യാത്രയ്ക്ക് പുറപ്പെട്ടത്. പണ്ഡിറ്റുകൾക്ക് ഈ യാത്ര ഒരു തീർത്ഥാടനം മാത്രമല്ല, കുടിയൊഴിപ്പിക്കലിനെ തുടർന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്കുള്ള ഒരു മടങ്ങിവരവാണ്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലമാണ് ദുർഗാദേവിയുടെ അവതാരമായ രജന്യാദേവിയുടെ പ്രതിഷ്ഠയുള്ള ഖീർ ഭവാനി ക്ഷേത്രം. പാകിസ്ഥാന്റെ പിന്തുണയോടെ രൂപം കൊണ്ട JKLF എന്ന തീവ്രവാദ സംഘടനയുടെ നേതൃത്വത്തിലാണ് കാശ്മീരി പണ്ഡിറ്റുകൾ ജന്മനാടായ താഴ്വരയിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടത്.